രാഷ്ട്രീയ നേതാക്കൾക്കും കൊണ്ടേ കൈക്കൂലി. പൈസ ഉള്ളവർക്കെന്നല്ല, പൈസ ഉണ്ട്, കൊടുക്കാൻ സൗകര്യമില്ലെന്നേ. കൈക്കൂലി പൈസ അങ്ങോട്ട് തള്ളി കൊടുത്തിട്ട് വേണ്ട ഒരു നിയമവും ഞങ്ങൾക്ക് വേണ്ട. പൈസ ഉണ്ട്, വട്ടപൂജ്യത്തിന് അത്യാവശ്യം നല്ല സെറ്റപ്പിൽ തന്നെ കയറിയ ഒരാൾ തന്നെയാ. പൈസ ഉണ്ട്, കൊടുക്കാൻ സൗകര്യമില്ല. ഞങ്ങൾക്ക് അർഹതയായിട്ടുള്ളൊരു നിയമമാണിത്, ഞങ്ങൾക്ക് കിട്ടാൻ അവകാശമുള്ളൊരു നിയമമാണ്. ഇവിടെ ഇരുന്ന് വന്ന് പറയുന്നത് തെറ്റ് ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് കൃത്യമായ നിയമ. ഹലോ ഫാമിലി, ഞാൻ ഹണി റോസ്, ബോച്ചെ, രാഹുൽ ഈശ്വർ എന്ന് തുടങ്ങി 1-2 വീഡിയോ ഞാൻ ചെയ്തു. ചില കാര്യങ്ങൾ നമ്മൾ ഈ ചാനൽ വഴിയാണല്ലോ നമ്മൾ ഓരോ ന്യൂസുകൾ അറിയുന്നത്. അപ്പോൾ നമ്മളത് കേൾക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് തികട്ടി വരുവാണ്, മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ല. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ, ഞാൻ ഇതുവരെ വേറൊരാളുടെ വീഡിയോ എടുത്തിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. എനിക്കെന്തോ അങ്ങനെ ചെയ്യാൻ തോന്നിയിട്ടില്ല. ചില കാര്യങ്ങളൊക്കെ നമുക്ക് ശക്തമായി പ്രതികരിക്കണമെന്ന് തോന്നുമെങ്കിൽ ഞാനതുപോലെ ലൈവിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങ് പറഞ്ഞു പോവാണ് സാധാരണ ചെയ്യുന്നത്. അങ്ങനെ ഒരു വീഡിയോ ഒരു കണ്ടന്റ് ആയിട്ടോ അങ്ങനെയൊന്നും ചെയ്യാൻ എനിക്ക് തോന്നിയിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസം NA വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്കയുടെ ഒരു ഷോർട്സ് കണ്ടായിരുന്നേ. നിങ്ങൾ പലരും കണ്ടവരുണ്ടാവും, കാണാത്തവർക്ക് വേണ്ടിയിട്ട് 1 മിനിറ്റുള്ള ഷോർട്ടാണ്. അപ്പം ഞാനത് ആഡ് ചെയ്യാം, നിങ്ങൾ അതൊന്ന് കണ്ടിട്ട് പോവാ. കണ്ടതിന് ശേഷം ഞാൻ ഇക്കനോട് ഇങ്ങനൊരു ഷോർട്സ് ചെയ്യാനുണ്ടായ കാരണം, ഓക്കെ അഫ്കോഴ്സ് നമുക്കറിയാം ഹണി റോസിന്റെ പ്രശ്നം തന്നെയാണെന്നുള്ളത്. പക്ഷെ ആ ഒരു വസ്ത്രത്തിനെ കുറിച്ചും ഇങ്ങനൊരു കോമഡിയിൽ പുള്ളിക്കാരുടെ പ്രായം അതാണ്, ഒരുപാട് കൊച്ചുമക്കളും മക്കളൊക്കെ ഉള്ളൊരു ഇതാണ്. ചിലപ്പോൾ കുടുംബത്തിന്റെ ഒരു എതിർപ്പും പുള്ളിക്കാരൻ ഉണ്ടായിട്ടുണ്ടാവും. പുള്ളിക്കാരൻ്റെ ഒരു ലോങ് വീഡിയോയിൽ അത് പറയുന്നുണ്ട്. ഭാര്യ വരെ എതിർത്തിട്ടും പുള്ളിക്കാരന് ഒരു എന്താ പറയുക, ഒരു ഹാസ്യ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്, എന്നാൽ അതിശക്തമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ഇക്ക എന്നുള്ളത് ഞാൻ നമ്പർ ചോദിച്ചു. പുള്ളി കമന്റ്സിൽ എനിക്ക് നമ്പർ തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ വാട്സാപ്പിൽ ഇക്കനോട് ചോദിച്ചു, എന്താണ് ഇതിൽ ഇത്രയും എതിർപ്പുകളൊക്കെ ഉണ്ടായിട്ടും ഇത് ചെയ്യാനുള്ളൊരു കാരണം. ഒരു വളരെ ഹാസ്യമായിട്ട് ഇങ്ങനെ പ്രതികരിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ആ വീഡിയോ ഒന്ന് കാണുക. ഞാൻ ഇക്കനോട് സംസാരിച്ച വോയിസ് ക്ലിപ്പും ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കാര്യത്തിലേക്ക് വരാം. പിന്നെ ഡ്രൈവറോട് വണ്ടി എടുക്കാൻ പറഞ്ഞ എങ്ങോട്ടാ നിങ്ങൾ പോണേ? ഇന്നല്ലേ ഇറച്ചിക്കടന്റെ ഉദ്ഘാടനം, നാളെ മീൻ പീടിന്റെ ഉദ്ഘാടനം ഉണ്ട്. നമ്മൾ ചെറിയൊരു ബ്ലോഗറല്ലേ, നമുക്ക് അതൊക്കെ അല്ലേ കിട്ടുള്ളൂ. അല്ലെ നമ്മൾ സെലിബ്രിറ്റി ഇട്ടേ, നമുക്ക് അതൊക്കെ കിട്ടുള്ളൂ. അപ്പൊ എന്താണ് ഉദ്ഘാടനം അതിന് പോകണം? ഇങ്ങനെയാ പോണത്? മനുഷ്യന്മാർ കളിയാക്കൂലേ? മനുഷ്യന്മാർ കളിയാക്കി ഇവിടെ ഏത് ഡ്രസ്സ് ഇട്ട് കാട്ടി നമുക്ക് പോകാം. ഇന്നലെ കണ്ടിലേക്ക് മാതൃഭൂമി ചാനൽ, 24 ചാനൽ, റിപ്പോർട്ടർ ചാനൽ, മീഡിയ വണ്ട് ചാനൽ, മനോരമ ചാനലിലൊക്കെ പറഞ്ഞിട്ട് ഏത് ഡ്രസ്സ് ഇട്ട് കാട്ടും എങ്ങനെ ഇറങ്ങാം, അതൊരു മൗലിക അവകാശമാണെന്ന് അതിനാരും ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഏത് ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഏത് കുളത്തിലുമാണെങ്കിലും നമുക്ക് ആരും നമ്മളൊന്നും പറയില്ല. ആൾക്കാർ കളിയാക്കി അപ്പൊ മുഖ്യമന്ത്രിനെ വിളിക്കണം. നമ്മളെ കളിയൊക്കെ നമുക്കെതിരെ കമന്റ് ഇട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പം നേരെ മുഖ്യമന്ത്രിനെ വിളിക്കുക, ഓര് വളഞ്ഞിട്ട് പിടിച്ചോളൂ. അത് നമ്മളെ പണിയല്ല, അത് മുഖ്യമന്ത്രിൻ്റെയും സർക്കാരിൻ്റെയും പണിയാണ്. അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഏത് ഡ്രസ്സ് ഇട്ട് പോവാം. ഇന്നപ്പോൾ ഉദ്ഘാടനം, നാളെ കിട്ടാൻ ഒരു ഉദ്ഘാടനം, നാളെ മീൻ പീടി ഉദ്ഘാടനം ഉണ്ട്. ചേച്ചി ചോദിച്ചു എന്താണ് ഇങ്ങനെ ഒരു ഷോർട്ട് ചെയ്യാനായിട്ടുള്ള കാരണം. അതൊന്നുമില്ല ചേച്ചി, ആരെയും വേദനിപ്പിക്കാനോ ആരെയും പ്രയാസപ്പെടുത്താനോ ഒന്നുമല്ല സാറേ ചേച്ചി. ഞാൻ അങ്ങനെ ചെയ്തത്, ഞാൻ അങ്ങനെ ചെയ്തതിനുള്ള കാരണം എന്താ വെച്ചാൽ, ചാനലുകാർ ഇങ്ങനെ തുറന്ന് പറയും ഏത് ഡ്രസ്സും എപ്പോഴാണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും അതിനുള്ള സ്വാതന്ത്ര്യപ്പെടുന്നുണ്ട്, മൗലികാവകാശപ്പെടുന്നുണ്ട് എന്നൊക്കെ. അതൊക്കെ ശരി തന്നെയാണ് ചേച്ചി, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ റെഡിയാണ്. പക്ഷേ യുവാക്കളിൽ പലതരം യുവാക്കളുണ്ട്. അവരൊക്കെ ഈ അവരികളിലേക്ക് പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സമീപനം നമ്മളെല്ലാവരുടെ ഭാഗത്തും ഒഴിവാക്കണം. മാക്സിമം അത് ഒഴിവാക്കാൻ നോക്കുക. ക്രിമിനലുകളെ നമ്മൾ ഉണ്ടാക്കണ്ട, മനസ്സിലായില്ലേ? യുവാക്കൾ ആംഗ്യം കാണിച്ചു, യുവാക്കൾ കമന്റ് ഇട്ടു, അവർ കണ്ണോട് ആദ്യം കാണിച്ചു, അങ്ങനെയൊക്കെ കാണിക്കേണ്ടി വരുന്നു, ചെയ്യേണ്ടി വരുന്നു. അമിതമായിട്ടുള്ള ഈ ഡ്രസ്സിലുള്ള ആ മാറ്റങ്ങളാണ്. അപ്പൊ അതിലൊരു ചേഞ്ച് വരുത്താൻ ഇവര് തയ്യാറായി കഴിഞ്ഞാൽ കുറെ അക്രമവാസന രാജ്യത്ത് കുറയും. പിന്നെ ഭരണകൂടത്തിന്റെ ഇടപെടൽ, ഒരു നടിക്കൊരു പ്രശ്നം ഉണ്ടായപ്പോൾ ഭരണകൂടം ശക്തമായിട്ട് ഇടപെട്ടു. എത്ര സാധാരണക്കാരുണ്ട് ചേച്ചി, ഒരു SI വരെ വിളിക്കാൻ കഴിയാതെ ഈ വേദനയും പ്രയാസം അനുഭവിച്ചിട്ട് എത്ര സാധാരണക്കാരായ സ്ത്രീകളുണ്ട്. ഇത്തരം ആക്രമണങ്ങളിൽ നിരാശപ്പെട്ട് കഴിയുന്ന എത്ര സ്ത്രീകളുടെ ചേച്ചി ഈ സംസ്ഥാനത്ത് ഒരുപാട് ആൾക്കാരുണ്ട്, എടുത്തെടുത്ത് പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് ആ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ അത് സാധാരണക്കാരിലും എത്തണം. അതാണ് ഇതിലൂടെ ഞാൻ കൊടുക്കുന്ന സന്ദേശം. പിന്നെ നമ്മളെ ബോച്ചെ നല്ല ആളാണ്, ബോച്ചെ ചെയ്തത് ശരിയാണ്.
ബോച്ച ശിക്ഷിക്കപ്പെട്ടത് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ബോച്ച ഈ സമൂഹത്തിൽ 10,000-കണക്കിന് ആളുകൾക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട്. അതിൽ 10,000-കണക്കിന് കുടുംബങ്ങൾ കഴിഞ്ഞു പോകുന്നുണ്ട്. 100-കണക്കിന് 1000-കണക്കിന് ആളുകൾക്ക് വീടുണ്ടാക്കി കൊടുത്തു. ഇപ്പൊ വയനാട് ഉരുൾപൊട്ടലിൽ വീടുണ്ടാക്കാൻ 100 ഏക്കറോട് ഭൂമി കൊടുക്കാമെന്ന് പറഞ്ഞു. അതിന്റെ പേരൊന്നും ഇയാൾ ശിക്ഷിക്കപ്പെട്ടതെന്നല്ല. എന്തുകൊണ്ട് ഈ MLA-മാരും MP-മാരൊക്കെ ക്രിമിനലുകളായ MLA-മാരും MP-മാരും മന്ത്രിമാരൊക്കെ അല്ലേ ചേച്ചി നിയമസഭയിലും പാർലമെന്റിലൊക്കെ? അതുപോലെ എന്തുകൊണ്ട് ഇവർക്കൊക്കെ ഒന്ന് ഇടപെട്ടുകൊണ്ട് ഇയാൾക്കൊരു മാപ്പ് ഇട്ടുള്ള ഇയാൾ കൊണ്ട് മാപ്പ് പറയിച്ച് ഈ പ്രശ്നം കോടതിക്കെത്താതെ ഒതുക്കി തീർത്തുള്ളായിരുന്നു. അതിനൊക്കെ ഒരു ശ്രമം ഭാഗത്ത് നടക്കണ്ടാണ്ടേ? അതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അതിനൊക്കെയുള്ള പ്രതിഷേധമാണ് ഞാൻ ആ ഷോർട്ട് വീഡിയോയിലൂടെ അവതരിപ്പിച്ചത്. ഒരുപാട് പാവപ്പെട്ട സ്ത്രീകൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ആരോട് പറയും? ആരോട് പറയും? അതാണ് ഇനി അറിയേണ്ടത്. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ചേച്ചി. ആ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ മക്കളും ഭാര്യമാരും ഒക്കെ എതിർപ്പുണ്ടായിട്ടുണ്ട്. അതിനൊക്കെ തരണം ചെയ്തുകൊണ്ട് ഈ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്ത് വില കൊടുത്തു ഞാനൊരു വാടക വരിക്ക് മാറേണ്ടി വന്നാലും ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന് മനസ്സിൽ തീരുമാനിച്ചാണ്. അങ്ങനെ ചെയ്തതാണ് ആ വീഡിയോ. അതൊരുപാട് ആളുകൾക്ക് ഒരുപാട് സന്ദേശങ്ങൾ ആ വീഡിയോ കാത്തുണ്ട്. ഒരുപാട് പാവപ്പെട്ട പെൺകുട്ടികളും പെണ്ണുങ്ങളൊക്കെ പീഡനം അനുഭവിക്കുന്നുണ്ട്. അതിലൊക്കെ സർക്കാർ ഇടപെടൽ വേണം. ഇപ്പൊ നമുക്കറിയാലോ ചേച്ചിയെ, പിന്നെ ആക്രമിക്കപ്പെട്ട നടി ഈ ഭരണകൂടത്തിന്റെ കീഴിൽ നിന്ന് രാഷ്ട്രപതിക്ക് കത്തെഴുതി എനിക്ക് നീതി വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എവിടെയായിരുന്നു ഈ ഭരണകൂടം? അതുമായിട്ട് നമ്മൾ ഇന്ത്യക്ക ഇപ്പൊ എവിടെ നമ്മളെ ഭരണകൂടം എത്തിക്കുന്നത്? അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ചേച്ചി ആളെ നോക്കി തുലാസിലാളെന്ന് നോക്കിയിട്ടൊക്കെയാണ് ഇവിടെ നീതി കൊടുക്കുന്നത്. ആ സമ്പ്രദായം മാറണം. കേട്ടല്ലോ. എനിക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും ഇക്ക തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു പരിധി വരെ അത് ശരിയാണ്, മുഴുവനായിട്ട് ശരിയാണെന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം വസ്ത്രം എന്ന് പറയുന്നത് ഒരാളുടെ സ്വാതന്ത്ര്യമായിരിക്കെ നമ്മൾക്ക് ആർക്കും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മളുടെ വീട്ടിലെ മക്കളെ വരെ ക്വസ്റ്റ്യൻ ചെയ്ത് ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ അമ്മ ഇഷ്ടമുള്ള വസ്ത്രം എനിക്ക് ധരിക്കാൻ പറ്റില്ലേ? നമ്മൾക്കൊരു വേദന ഉണ്ടാവും. നമ്മുടെ മക്കൾ ഇങ്ങനെ വസ്ത്രം ധരിച്ചു പോകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഒരു UK-ലോ അല്ലെങ്കിൽ അമേരിക്കയിലോ ഇങ്ങനെ വൃത്തികെട്ട നോട്ടങ്ങളില്ല. മനസ്സിലാവുന്നുണ്ടോ? ഈ വസ്ത്രം ധരിക്കുന്നതല്ല തെറ്റ്, പക്ഷെ വസ്ത്രം ധരിച്ചു പോകുമ്പോൾ ഇങ്ങനെയുള്ള കണ്ണുള്ള നോട്ടങ്ങൾ എൻ്റെ മകളുടെ മേലോ അല്ലെങ്കിൽ എൻ്റെ അനിയത്തിയുടെ മേലോ എൻ്റെ അമ്മയുടെ നേരെ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് നമ്മൾ അറിയാതെയാണെങ്കിലും അമ്മേ ഇതൊന്ന് ശ്രദ്ധിക്കട്ടോ, അല്ലെങ്കിൽ അമ്മയുടെ വയറിന്റെ ഭാഗം കാണുന്നുണ്ട് കേട്ടോ സാരി ഉടുത്തിട്ട്, എടി നീ ഈ സാധനത്തിന് ഷോൾ ഇടട്ടോ എന്ന് പറയാൻ നിർബന്ധിതരാവുകയാണ്. മനസ്സിലായോ? അല്ലാതെ ഒരു വസ്ത്രത്തിനെ ഒരു എതിർത്തിട്ടല്ല. നമ്മുടെ നാട് ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഏത് രീതിയിലുള്ള വസ്ത്രം അവരവർക്ക് ധരിക്കാം. അവരവരുടെ ഇഷ്ടമാണ്. ഹണി റോസ് തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കംഫർട്ടാണെന്ന്. ഓക്കെ, പക്ഷെ നമ്മുടെ നാട് ഇങ്ങനെ ആയതുകൊണ്ടും നമ്മുടെ ആൾക്കാർക്ക് ഇങ്ങനെയുള്ള രീതികളുള്ളതുകൊണ്ട് നമ്മൾ തന്നെ നിർബന്ധിതരാവുന്നുണ്ട്. കുറച്ച് ഏതാണ് വൃത്തിയുള്ള വസ്ത്രം എന്ന് പറയാനുള്ള ഇതൊന്നും എനിക്കില്ല. കാരണം ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോ ഒരു സാരി ധരിച്ചാലും അതിലും വൃത്തിയേട് പറയുന്നവരുണ്ട്. ഇപ്പൊ ബോഡി ഹഗ്ഗിങ് ആയിട്ടുള്ള ഹണി റോസ് ധരിക്കണ പോലത്തെ ഒരു ഡ്രസ്സ് ധരിച്ചതുകൊണ്ടാണ് നമുക്ക് പല വൃത്തിയേടുകളും പല കാര്യങ്ങളും നമുക്ക് പറയേണ്ടി വരുന്നത്. അതുകൊണ്ട് വസ്ത്രം എന്ന് പറയുന്നത് ഭയങ്കര സെൻസിറ്റീവ്, മതം പോലെ വസ്ത്രം എന്ന് പറയുന്നത് ഭയങ്കര സെൻസിറ്റീവ് ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ പോലും നെഞ്ചിൽ കൈ തൊട്ട് പോലീസുകാർക്കോ കോടതിക്കോ മന്ത്രിക്കോ ഒരു വൾഗാരിറ്റി ഇല്ല, ഒരു നോട്ടം കിട്ടാത്തൊരു വസ്ത്രമാണ്, അല്ലെങ്കിൽ ഒരു വൃത്തികെട്ട രീതിയിലൊന്ന് നോക്കിപ്പോകുന്ന വസ്ത്രമാണ് അല്ല ഹണി റോസ് ധരിച്ചതെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാൻ വരെ വസ്ത്ര സ്വാതന്ത്ര്യത്തിനെ കുറിച്ച്, വസ്ത്രം ഓരോരുടെ റൈറ്റ്സ് ആണെങ്കിൽ പോലും ഞാനൊരു സ്ത്രീയായിട്ട് വരെ ഇങ്ങനെ വായം വിളിച്ച് നോക്കി നിന്നിട്ടുണ്ട്. ഉള്ള കാര്യമാണ് പറയുന്നത്. ഹണി റോസിനെ ഞാനത് അവരുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിന് ഇതാക്കില്ല. പക്ഷേ സെയിം ടൈം നമ്മൾ ഇപ്പുറത്തെ വശം കൂടി ചിന്തിക്കണം. നോക്കിപ്പോകുന്ന വസ്ത്രങ്ങളാണ്. അപ്പോൾ നോക്കി തോണ്ടി എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കാൻ പോവുകയാണെങ്കിൽ, ഞാൻ ഉദാഹരണ സഹിതം പറഞ്ഞുതരാം. ഞാൻ സാരി ഡ്രാപ്പിംഗ് വീഡിയോ, സാരി ഉടുക്കുന്ന വീഡിയോ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഞാൻ അതില് സാരി ഡ്രാപ്പിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ എൻ്റെ വയറോ എൻ്റെ ഇതോ പ്രദർശിപ്പിക്കലല്ല. സാരി ഉടുക്കുന്ന കുറച്ച് ടിപ്സ് ആണ് ഞാൻ അതിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഇൻഷേപ്പ് എന്ന് പറയാലോ, നമ്മളെ വയറെല്ലാം കവർ ചെയ്യുന്ന ഒരു ഇൻഷേപ്പ് ഇട്ടിട്ട് സാരി ഉടുക്കുന്ന ആളാണ് ഞാൻ. അത് കഴിഞ്ഞ് ആ സാരി ഉടുത്തു കഴിയുമ്പോൾ നമ്മൾ ഇൻഷേപ്പ് മാറ്റുന്നു. എന്നിട്ട് പോലും അതിന്റെ നിഴല് നോക്കിയിട്ട് ഓ ചേച്ചിയുടെ പൊക്കിള് എന്ന് പറഞ്ഞ് കമന്റ് വരുന്നുണ്ട്. എന്റെ ചോദ്യം ഇതാണ്, എനിക്ക് ഇതിൽ വിഷമമുണ്ട്.
ഒറ്റത്തവണയല്ല, കുറെ കമന്റ് വന്നിട്ടുണ്ട്. ഇപ്പൊ ഹണി റോസ് പറഞ്ഞത് ഒരുപാട് വട്ടം എനിക്ക് ബോഡി ഇൻഡയറക്റ്റ് ആയിട്ടും ഡയറക്റ്റ് ആയിട്ടും ഞാൻ ഈ രീതിയിലുള്ള ഒരു രീതിയിലുള്ള വൾഗർ ഡ്രസ് ഇടാഞ്ഞിട്ട് പോലും സാരിയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആള്. എന്നിട്ട് പോലും എനിക്ക് ഈ കമന്റ് എനിക്കിതിൽ വിഷമമുണ്ട്. എനിക്ക് മുഖ്യമന്ത്രിനെ വിളിച്ച് ഇത് പറയണം. കാരണം പോലീസുകാരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ചോദിക്കുന്നത് സ്വാഭാവികമായിട്ടും ഞങ്ങളിപ്പോൾ ഉള്ള സാധാരണ യൂട്യൂബേഴ്സോ അല്ലെങ്കിൽ ഈ പറഞ്ഞവരെ ഫേസ്ബുക്കിലുള്ള ആൾക്കാരാണെങ്കിൽ ചെല്ലുന്നെങ്കിൽ ഇതൊക്കെ നിങ്ങൾ യൂട്യൂബ് നടത്തുമ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ ഇട്ടാൽ ഇതൊക്കെ ഉണ്ടാവണം, ഇതൊക്കെ നിങ്ങൾ അനുഭവിക്കണം ഇല്ലേ? കേട്ടിട്ടില്ലേ പലരും അങ്ങനെ? ഫേസ്ബുക്കിൽ നിങ്ങൾ എന്തിനാ ഫോട്ടോ ഇടാൻ പോയേ? ചോദിക്കും. നിങ്ങൾ എന്തിനാ പബ്ലിക്കായിട്ട് ഇടാൻ പോയേ? പ്രൈവസി ആക്കിക്കൂടെ? അപ്പൊ ഞാൻ ചോദിക്കണത്, ഞങ്ങൾക്ക് ഈ പറഞ്ഞ സ്വാതന്ത്ര്യം ഒന്നും ഇല്ലേ? ചില ആൾക്കാർക്ക് ഉണ്ടാവും. ഇപ്പൊ എനിക്ക് പേഴ്സണലി പറയാൻ, എൻ്റെ ഒരു ഫോട്ടോ ഒക്കെ ഇട്ട് പാട്ടൊക്കെ ഇട്ട് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കാണാൻ എനിക്കിഷ്ടമാണ്. മനസ്സിലായ? ഇത് ഇഷ്ടത്തിന്റെ പേരിൽ ഞങ്ങൾ ഈ ഓപ്പോസിറ്റ് സൈഡ് വരുന്ന വൃത്തിയിട്ട കമന്റ്സും ഈ പറഞ്ഞ ഫോട്ടോ എടുത്ത് ചില മഞ്ഞ പത്രങ്ങൾ കൊണ്ടുപോയിട്ട് വേറെ ഹെഡിങ് കൊടുത്ത് ഇട്ട് ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് പലർക്കും. ഇതെല്ലാം ഞങ്ങൾ സഹിച്ചോളാം. സെലിബ്രിറ്റീസ് ഇതൊന്നും സഹിക്കണ്ട, ഞങ്ങളുണ്ട്. DCP, കമ്മീഷണർ എന്ന് വേണ്ട ഒരു ലിസ്റ്റ് ഓഫ് അവര് തന്നെ കോണ്ടാക്ട് ചെയ്തവരെ ലിസ്റ്റ് ഹണി റോസ് ഇട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി വരെ നേരിട്ട്, മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗം കണ്ടിരുന്നു, സ്ത്രീക്ക് നേരെ വാക്കോ പ്രവൃത്തിയോട് സഹിക്കത്തില്ല, ക്ഷമിക്കത്തില്ല. ഏത് സ്ത്രീക്കാണ് മുഖ്യമന്ത്രി? ഒന്ന് പറയാവോ? ഈ സ്ത്രീ എന്ന് പറയുന്നത് നിങ്ങൾ കാറ്റഗറി തിരിച്ചിട്ടുണ്ടോ? ഞാൻ ഈ സംഘി, BJP, കമ്മ്യൂണിസ്റ്റ് അതൊന്നും അല്ലട്ടെ. ഇവിടെ വന്നിട്ട് ആരും കമന്റ് ചെയ്യേണ്ട. അത് സംഘിക്കാരാണ്, അവര് കമ്മ്യൂണിസ്റ്റ് ആണ്, കോൺഗ്രസ്, ഇതൊന്നുമല്ല ഞാൻ പറയുന്നത്. സാധാരണ സ്ത്രീ എന്ന രീതിയിൽ ഞാൻ ചോദിക്കുന്നത്, മുഖ്യമന്ത്രി ഒന്ന് പറഞ്ഞുതരാവോ, ഏത് സ്ത്രീനെയാണ് നിങ്ങൾ സുരക്ഷ ഇത് കൊടുക്കുന്നത്? നിങ്ങളൊരു ഏഷ്യാനെറ്റിൽ ഞാൻ കണ്ടതാണ്. ഞാൻ നിങ്ങളെന്ന് വിളിക്കുന്നത് അത്രയും പ്രതിഷേധമുള്ളതുകൊണ്ടാണ്. ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഞാൻ ചോദിക്കുന്നത്, സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞല്ലോ, ഏത് സ്ത്രീക്കാണ്? അതിൽ കാറ്റഗറി തിരിച്ചിട്ടുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് ഈ ഇൻസിഡന്റിലൂടെ മനസ്സിലായതാണ്. നിങ്ങൾ ഈ പറഞ്ഞ രാഷ്ട്രീയക്കാരും ഈ പറഞ്ഞ ആൾക്കാരൊക്കെ പല സ്ഥലത്തും ഘോര പ്രസംഗിക്കുന്നില്ലേ? അത് ഈ ഒരു സബ്ജക്റ്റ് ഊന്നി നിങ്ങൾ പറയണമെന്നേ. ഇതിൽ കാണിച്ച വേർതിരിവ് ഞങ്ങൾക്ക് ഒരു സ്ത്രീകൾക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ യൂട്യൂബ് ഉള്ളത് കൊണ്ട് ഞാൻ ഇവിടെ വന്ന് പ്രസംഗിക്കുന്നു. എത്രയോ കുടുംബത്തില് സ്ത്രീകൾ തന്നെ ചർച്ചാ വിഷയമാക്കുന്നുണ്ട്. അമ്മേ, നമ്മൾ അന്ന് ആ പരാതി കൊടുത്തിട്ട് ആ പോലീസുകാർ ചെയ്തത്, എന്റെ മകൾക്ക് വേണ്ടി ആ പരാതി കൊടുത്തിട്ട് അവർ ചെയ്തത് എന്ന് പറയാത്ത ഒരു സ്ത്രീ പോലും ഉണ്ടാവത്തില്ല. സ്ത്രീ എന്ന് പറഞ്ഞ് ഞാൻ ഊന്നി പറയുന്നത് ഒരു സ്ത്രീയുടെ വിഷയം ഇവിടെ വന്നുകൊണ്ടാണ്. പുരുഷന്മാർക്കും അതുപോലെ തന്നെയാണ്. എവിടെയെങ്കിലും നീതി കിട്ടുന്നുണ്ടോ? ഞങ്ങളൊക്കെ ഇനി എന്താ ചെയ്യണ്ടേ? എന്നാ വല്ല സിനിമയിൽ അഭിനയിക്കാൻ പോകാൻ പറ്റുന്നുണ്ടോ? അവിടെയും പീഡനമാണ്. ഞങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ പോയി സെലിബ്രിറ്റി ആവാം. എന്നിട്ട് ഏതെങ്കിലും ഒരു സിനിമ പോസ്റ്ററും വെച്ചിട്ട് ഞങ്ങൾ പരാതി കൊടുക്കുന്നത്, ഇന്ന സിനിമയിലെ സെലിബ്രിറ്റി ആണ് കേട്ടോ, അപ്പൊ മന്ത്രിയുടെ ഫോൺ നമ്പർ ഒന്ന് കിട്ടോ, അല്ലെങ്കിൽ ഫോൺ ചെയ്യുമ്പോൾ പറയാം ഞങ്ങൾ ഇന്ന സിനിമയിൽ അഭിനയിച്ച ആളാണ്, മന്ത്രിയെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ കിട്ടോ. സങ്കടം കൊണ്ടാണ് ഈ മൂന്നാമത്തെ വീഡിയോ ചെയ്തത്. പിന്നെ ഞാൻ നേരിട്ട് അതൊരു പോക്സോ ആയതുകൊണ്ട് പേരും ഡീറ്റെയിലും ഞാൻ നേരിട്ട് ഇടപെട്ട ഒരു പോക്സോ കേസിന്റെ ഒരു കാര്യം പറയാം. കോടതിയോടാണ് ഈ ചോദ്യം ചോദിക്കുന്നത് കേട്ടോ. കോടതിയോടാണ്. കോടതി എന്ന് പറയുന്ന നിയമമായിരിക്കും, പക്ഷെ ഇരിക്കുന്ന മജിസ്ട്രേറ്റും ജഡ്ജും ആയിക്കോട്ടെ വേറെ ആൾക്കാരായതുകൊണ്ട് പറയുവാണ്. ഇന്ന് ന്യൂസിൽ കണ്ടൊരു കാര്യമാണ്, അവരുടെ അനുവാദം കൂടാതെ തൊട്ടു, പീഡിപ്പിച്ചു എന്നല്ല, തൊട്ടു, അതിന്റെയും കൂടി ഉള്ളതും. അല്ലാതെ ഇത് സൈബർ കേസ് മാത്രമായതുകൊണ്ടല്ല ജാമ്യം കൊടുക്കാൻ. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കൊച്ചിയില് എറണാകുളത്ത് നമ്മളെ ചൈൽഡ് ലൈൻ ചെയർപേഴ്സൺ പറഞ്ഞ വാക്കാണത്. ഇല്ലെന്ന് പുള്ളി പറയണം, മനസ്സിലായോ? ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ CCTV ഉൾപ്പെടെ ഞാൻ നോക്കിക്കും. ഈ ഒരു കുഞ്ഞിന്റെ കേസ്, വെറും 6 വയസ്സുള്ള കുഞ്ഞിന് ചെറിയൊരു ബാഡ് ടച്ച്, അതായത് അവളുടെ സ്വകാര്യ ഭാഗത്തിൽ ഇതായി ചെയ്ത ഒരു പോക്സോ കേസ് വന്നു. അതില് ആ ഒരു പ്രതിക്ക് ജാമ്യം കിട്ടി. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഒരു ദിവസം പോലും അറസ്റ്റ് ഉണ്ടായിട്ടില്ല, ജാമ്യം കിട്ടി. അപ്പോൾ ഇതിനെക്കുറിച്ച് ചൈൽഡ് ലൈനിൽ ചെയർപേഴ്സണോട് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് തൊട്ടതിന് ചിലപ്പോൾ ജാമ്യം കിട്ടും, പിടിച്ചതിന് ചിലപ്പോൾ 5 വർഷം മുതൽ 7 വർഷം വരെ തടവ് കിട്ടത്തുള്ളൂ, സെക്സ് നടന്നിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഹണി റോസിന്റെ എവിടെയോ തൊട്ടു, ഒരു പിഞ്ചു കുഞ്ഞിന്റെ, അവള് കൃത്യമായിട്ട് മൊഴി കൊടുക്കുവാണ്, എന്നെ ഇവിടെ പിടിച്ചു, എനിക്ക് വേദനിച്ചു, ഇന്ന ആളത് ചെയ്തു എന്ന് പറഞ്ഞ് പൂ പോലെ ഈ ഹൈക്കോടതി ജാമ്യം കൊടുത്തു. ഇത് ഹണി റോസിനെ ചുമ്മാ ഒന്ന് തൊട്ടപ്പോഴേക്കും അയാളെ പിടിച്ചങ്ങോട്ട് അകത്തിട്ട്, ഞാൻ ബോച്ചനായിരിക്കണല്ലോ, ബോച്ച ചെയ്തത് തെറ്റ് തന്നെയാണ്.
ഒരു സ്ത്രീയുടെ അനുവാദമോ ഇതില്ലാതെ തൊടാനേ പാടില്ല. ഒരാളെ വൃത്തിയോട് പറയുന്നതിൽ ഒരു ഇതില്ല. പക്ഷെ ഞാൻ കോടതിയോട് ചോദിക്കുന്നത്, എന്താണ് കോടതി ഇവിടെ രണ്ട് നീതി? ഞാൻ ചുമ്മാ കിടന്ന് വിളമ്പുന്നല്ല. ആർക്കാണ് തെളിവ് വേണ്ട എന്നോട് പേഴ്സണലി ചോദിച്ചോളൂ. ആ കുട്ടി ഇന്ന് വിസ്താരം നേരിട്ടുകൊണ്ടിരിക്കുവാണ്. മനസ്സിലാവുന്നുണ്ടോ? എന്താണ് ഈ സ്ത്രീ പോലെ തന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പോക്സോ എന്ന് പറയുന്നത്. ആ കുഞ്ഞിന് വരെ കാറ്റഗറി തിരിച്ചിട്ട് ജാമ്യം കൊടുത്ത ആള് ഈ കോടതി എന്ന് പറയുന്ന നമ്മൾ ഉദ്ദേശിക്കുന്ന നിയമ വ്യവസ്ഥ എവിടെയാണ് ഹണി റോസിന് ന്യായം കൊടുത്തേ? എത്രയോ കേസിന് എത്രയോ സ്ത്രീകൾ എത്രയോ പുരുഷന്മാർ എന്നെ അത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പോലും ഉടനടി ജാമ്യം കൊടുത്ത കേസുകളില്ലേ? ഒന്ന് എൻക്വയറിക്ക് വേണ്ടിയിട്ടെങ്കിലും 2 ദിവസം പോലും അകത്തിട്ടിട്ടില്ല. ഹണി റോസിനെ തൊട്ടു, അതങ്ങ് വിശ്വസിച്ചല്ലോ. ആ സ്ത്രീ പറയുവാണ് എന്നെ തൊട്ടു, അതിന് തെളിവോ കാര്യങ്ങളോ ചിലപ്പോൾ വീഡിയോസ് ഉണ്ടാവായിരിക്കാം. മറ്റുള്ള സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഒരു കുഞ്ഞുങ്ങൾക്ക് ഏത് സമയവും വീഡിയോ ആയിട്ട് നടക്കാൻ പറ്റുമോ? അവരുടെ മേളിൽ ക്യാമറ പിടിച്ച് നടക്കാൻ പറ്റുമോ? തെളിവായിട്ട് കാണിക്കണോ? മനസ്സിലാവാൻ ചോദിക്കുവാണ്ടോ? ഇത് മിണ്ടാതിരുന്നാണ്. പക്ഷെ ഇന്നത്തെ ന്യൂസിൽ ഇത് കണ്ടപ്പോഴേക്കും നമുക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഒരു പ്രായമായ മനുഷ്യനാണ് NA വ്ളോഗ്സിലിക്ക. പുള്ളിനോട് ഞാൻ ചോദിച്ചു, കുറെ കാര്യങ്ങൾ ആ ഷോർട്സിൽ എനിക്ക് യോജിക്കാത്തത് ഉണ്ടായിരുന്നു. മനസ്സിലായോ? അപ്പൊ ഞാൻ ആലോചിച്ചത് യോജിക്കാത്തത് ഓക്കെ, യോജിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇനി അടുത്ത ലൈവ് മുതൽ ഞാൻ ലൈവ് വീഡിയോ ചെയ്യുന്ന ആളാണ്. ലൈവ് വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ സിംഗിൾ പാരന്റ് ആണ്. ഇത്രയും കാലം കടന്നു വന്ന കാര്യങ്ങൾ, ഇതുപോലുള്ള കാര്യങ്ങൾ സംസാരിക്കാനാണ് ലൈവ് ചെയ്യുന്നത്. അത് ഒരു വൃത്തികെട്ട രീതിയിൽ ഒറ്റ ഡ്രസ്സ് ഞാൻ ഇട്ടിട്ടില്ല. വൃത്തികേട് എന്ന് പറയുന്ന ഒരാളുടെ കണ്ണിലാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അവരവരുടെ ഡ്രസ്സിലല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടായപ്പോ നമുക്ക് ഏത് വിശ്വസിക്കണം എന്ന അവസ്ഥ. ഇപ്പൊ ഒരു ഇക്ക ചെയ്തതിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അടുത്ത ദിവസം മുതല് ഇക്ക പറഞ്ഞു വരെ ഞാൻ ലൈവ് വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് കംഫർട്ട് ആയിട്ടുള്ളത്, ഞാൻ എൻ്റെ വീട്ടില് പല ഡ്രസ്സുകൾ ഇടുന്നവരുണ്ട്. അത് ചിലപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇടില്ല. അതിട്ട് തന്നെ ഞാൻ ലൈവ് ചെയ്യുമ്പോൾ എനിക്കൊരു വൃത്തിയായിട്ട കമന്റ് വന്നാല് ഓരോ സ്ത്രീയും ഇന്നത്തെ ഭരണഘടനയോട് ചോദിക്കുന്നൊരു കാര്യമാണ്. ഞങ്ങൾക്കൊരു വൃത്തിയുടെ വന്നാല് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഒരു കാര്യമില്ല, നിങ്ങൾ എന്തിനാണ് ആ വീഡിയോ ചെയ്തേ എന്നൊരു ചോദ്യം ചോദിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, എത്ര സൈബർ കേസുകൾ വരും? അപ്പൊ തന്നെ അറിയാം നിങ്ങളുടെ കേസൊക്കെ ചവറ്റുകോട്ടയിലായിരിക്കും. പോലീസുകാരോട് ഒരു കാര്യമുണ്ട്, ഈ നാണക്കേട് മാറ്റാനെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു സാധാരണ സ്ത്രീയുടെ ഒരു കേസെങ്കിലും നിങ്ങൾ സീരിയസ് ആയിട്ട് എടുത്തൊന്ന് ന്യൂസിലിടണം. ന്യൂസിലുള്ള ആൾക്കാരോടൊന്ന് പറയാനുള്ളത്, മാധ്യമ ധർമ്മം എന്നൊക്കെ പറയില്ല, അതൊന്നുമില്ല. ഒരു സ്ഥലത്തും എത്തിക്സ് ഇല്ല. ഞങ്ങൾ അപ്പൊ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ മാധ്യമക്കാരെ വിളിച്ചാൽ നിങ്ങൾ ഫോൺ എടുക്കോ? മാധ്യമക്കാർ ഇപ്പൊ 24 ന്യൂസിന്റെ നമ്പർ ഉണ്ട്, മറുനാടന്റെ നമ്പർ ഉണ്ട്, മഞ്ഞപ്പത്രമാണ് എന്നാൽ പോലും. ഈ പറഞ്ഞ കർമ്മ ന്യൂസിന്റെ നമ്പർ ഉണ്ട്, ഈ 3 ദേശാഭിമാനിയുടെ നമ്പർ ഉണ്ട്, ദി ഹിന്ദു പേപ്പറിന്റെ നമ്പർ ഉണ്ട്. എൻ്റെ കയ്യിലുള്ളതാണ് കേട്ടോ, എനിക്കൊരു ഇൻസിഡന്റ് ഉണ്ടായപ്പോൾ ഉള്ള നമ്പറാണ് ഇതൊക്കെ. ഈ നമ്പറിൽ വിളിച്ച് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കേസ് എടുപ്പിക്കാൻ പറ്റുമോ? അപ്പൊ എല്ലാ സ്ത്രീകളും എല്ലാ പുരുഷന്മാർക്കും അവർക്കൊരു ഇൻസിഡന്റ് ഉണ്ടായി, ഞങ്ങൾ ആദ്യം മാധ്യമത്തിൽ പോയിട്ട് ഒരു സ്ഥലത്ത് പോയി അവിടെയും കയറി ചെല്ലണമെങ്കിൽ നല്ല പണിയുണ്ട്. നമ്മൾ സെലിബ്രിറ്റി അല്ലല്ലോ. സെലിബ്രിറ്റി അല്ലാതെ ഏത് ന്യൂസ് എടുക്കുന്നില്ലല്ലോ. സാധാരണക്കാരെ ന്യൂസ് ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ സെലിബ്രിറ്റി ആകുമ്പോൾ കുറച്ചുകൂടി അവർക്ക് ന്യൂസ് ചെയ്ത് കണ്ടില്ല. എത്ര ദിവസമായി ഇതിന്റെ ഇടയ്ക്ക് എത്ര ആക്സിഡന്റുകൾ, കുഞ്ഞുമക്കൾ മരിച്ചത് ഒന്നുമല്ല. ഹൈലൈറ്റ് ആയിട്ട് ഹണി റോസ്, പോച്ചെ, രാഹുല്. അപ്പൊ ഞാൻ ഹണി റോസിനോട് വേറൊരു ചോദ്യം ചോദിക്കട്ടെ? പ്രതികരിക്കുന്ന എല്ലാരെയും ഹണി റോസ് കംപ്ലൈന്റ് കൊടുക്കുന്നു. ശരി തന്നെ, കംപ്ലൈന്റ് കൊടുത്തോളൂ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോ സെയിം ടൈം ഹണി റോസ് കംപ്ലൈന്റ് കൊടുത്തപ്പോ ആഹാ അല്ലേ, നമ്മൾ സാധാരണ സ്ത്രീകൾ 2 or 3 കംപ്ലൈന്റ് കൂടി പോയാ അവർക്ക് സ്ഥിരം പരിപാടിയാണ്. ഇതൊന്നും വലിയ നടപടി എടുക്കണ്ട. ഹണി റോസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്കും കൂടി വേണ്ടി ഒന്ന് സംസാരിക്കും നിങ്ങൾ. എന്തുകൊണ്ട് എനിക്കെടുത്ത ആക്ഷൻ, എനിക്കെടുത്ത സ്പീഡായിട്ടുള്ള നടപടികൾ സാധാരണ സ്ത്രീകൾക്ക് നിങ്ങൾ എടുക്കുന്നില്ല? കാരണം നിങ്ങൾ പറഞ്ഞല്ലോ സ്ത്രീകൾക്കുള്ള മുന്നേറ്റത്തിലാണ്, നിങ്ങൾ മുന്നേറുവാണെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾ ഒരു ചോദ്യം, നിങ്ങൾ കുറെ റൈറ്റിംഗ് എഴുതിയിടുന്നില്ലേ, നിങ്ങൾ ഒരു ചോദ്യം ഈ പബ്ലിക്കിനോടൊന്ന് ചോദിക്കുക. ഈ പറഞ്ഞ ബഹുമാനപ്പെട്ട DCP അത് ഇതെന്നൊക്കെ പറഞ്ഞ പേരെഴുതി നിങ്ങൾ ഇട്ടല്ലോ, അവരോടായിട്ട് അവരെ മെൻഷൻ ചെയ്തിട്ട് ചോദിക്കുക. ഞാൻ ഏറ്റവും കൂടുതൽ നേരിടുന്ന ചോദ്യമാണ്, എന്തുകൊണ്ട് സാധാരണ സ്ത്രീകൾക്ക് നിങ്ങൾ ഇത് ചെയ്തില്ല? ഞാനൊരു സെലിബ്രിറ്റി ആയതുകൊണ്ടാണോ നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തത്? അപ്പൊ ഞങ്ങൾ പറയാം, നിങ്ങൾ സ്ത്രീക്ക് വേണ്ടി ഒരു വാക്കെങ്കിലും എഴുതിയെന്ന്. ഇപ്പൊ രാഹുൽ ഈശ്വർ പറഞ്ഞത് അവരുടേതായ രീതി. ഇപ്പൊ പല ആൾക്കാരും നിങ്ങൾ കാണുന്നില്ലേ, രാഹുൽ ഈശ്വർ മാത്രമല്ല എല്ലാരും പറയുന്നുണ്ട് ഡ്രസ്സിന്റെ കാര്യങ്ങള്. മനസ്സിലായി? ഞാനത് പറയാത്തതിന്റെ കാരണം ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു വസ്ത്ര സ്വാതന്ത്ര്യം ഒരാളുടെ ഇതുണ്ട്. പക്ഷെ അതും പറഞ്ഞ് ഓപ്പോസിറ്റ് ആൾക്കുന്ന
ആൾക്കാര് നമ്മളെ വളരെ വൃത്തിയായിട്ട് തന്നെ കാണണം എന്ന് നിർബന്ധം പിടിക്കരുത്. കാരണം അതുപോലത്തെ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയാണ്. ഇപ്പൊ ഞാനൊരു ടൈറ്റ് ആയിട്ടൊരു ഡ്രസ്സ് ഇട്ട് ഞാൻ ഭയങ്കര എക്സ്പോസ് ചെയ്ത് നടന്നിട്ട് എന്നെ വളരെ വൃത്തിയായിട്ട് തന്നെ നിങ്ങൾ നോക്കിക്കോളാം, വൃത്തിയായിട്ട് എന്നെ കണ്ടോളാം, നിങ്ങൾക്ക് വല്ല ഒരു സെക്ഷുവലി ഇത് എന്നോട് തോന്നി അറിയാതെ ആ ഞരമ്പ് രോഗം പുറത്തേക്ക് വന്ന് എന്നെ തോണ്ടാൻ പോലും പാടില്ല എന്നൊന്നും എനിക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്യുവാണെങ്കിൽ തന്നെ ഓരോ തോണ്ടിനും ഞാൻ കേസ് കൊടുക്കണം. ഓരോ തോണ്ടിനും. ഈ സ്ത്രീ അനുഭവിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ലുലുവിന്റെ ഓഫർ നടക്കുന്നുണ്ട്, അവിടെ പോയിരുന്നു. ബാക്കിലിട്ട് ഒരു തോണ്ട് കിട്ടി. മന്ത്രിനെ വിളിക്കാൻ എനിക്ക് പറ്റോ? നമ്പർ ഒന്ന് തരാൻ പറ്റോ? ഞങ്ങൾക്ക് അറിയില്ല നമ്പർ. സൈബർ സ്റ്റേഷനിൽ എനിക്ക് പോലീസ് കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റോ? ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പറയുവാണ് അയാളെ ജാമ്യം നിഷേധിക്കണം. എന്നെ അയാൾ സ്പർശിച്ചു, എന്റെ അനുവാദം ഇല്ലാതെ പബ്ലിക്കില് എനിക്ക് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി, ജാമ്യം കൊടുക്കില്ലേ? എത്രയോ കേസിന് ജാമ്യം കൊടുത്തിട്ടുണ്ട്. സങ്കടം കൊണ്ടാണ്. നിങ്ങൾക്ക് എന്നെ കണ്ണ് കണ്ടാൽ മനസ്സിലാവും, കരയുന്നില്ലെന്നുള്ളൂ. ഈ വൃത്തികെട്ട സമൂഹത്തിൽ അത്രയും വരെ നേരിട്ട് കഴിഞ്ഞ ഒരാളാണ് ഞാൻ. അത്രയും നേരിട്ടിട്ടുണ്ട് ഞാൻ വൃത്തിയായിട്ട് വസ്ത്രം ധരിക്കാത്തണോ? ഞാനൊരു കുഞ്ഞിന്റെ കാര്യം പറഞ്ഞു. വെറും 6 വയസ്സുള്ളൂ. അവളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ അവള് കോടതിയിൽ മൊഴി കൊടുക്കുന്നതും മജിസ്ട്രേറ്റിന് മൊഴി കൊടുക്കുന്നതും എനിക്ക് വേദനിച്ചു. അയാൾ പിടിച്ചിട്ട് ആ കുഞ്ഞിനെ അതേ പറയാനുള്ളൂ, അതേ പറയാൻ പറ്റുള്ളൂ. അവിടെ വരെ കാറ്റഗറി തിരിച്ച് ജാമ്യം, ഒരു ദിവസത്തെ അറസ്റ്റ് പോലും കൊടുക്കാതെ ജാമ്യം കൊടുത്തു. എങ്ങനെയുണ്ട്? ഇതൊക്കെ മിണ്ടാതിരിക്കാൻ പറ്റുമോ? ഞാൻ ചോദിക്കണത്, ഈ സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ, ഞാനിപ്പോ പുരുഷന്മാരോട് റിക്വസ്റ്റ് ചെയ്യാണ്, നിങ്ങൾ സ്ത്രീകൾ വേറെ പുരുഷന്മാർ വേറെ എന്ന് കാണേണ്ട ഒരു സാഹചര്യത്തിലൂടെ അല്ല നമ്മുടെ നാട് കണ്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. മുന്നോട്ട് വരണം. ഇത് എങ്ങനെ ഇതിനൊക്കെ പ്രതികരിക്കാൻ പറ്റുമെന്ന് പോലും എനിക്കൊരു ഐഡിയ ഇല്ല. മുന്നോട്ട് വന്നേ പറ്റത്തുള്ളൂ. ഇപ്പൊ ബോച്ചയുടെ നാളെ അതിന്റെ ഒരു ഇത് എന്താണ് കോടതി പറയണ്ടായിരുന്നു. പെട്ടെന്ന് അടിയന്തരമായിട്ട് ബോച്ചയുടെ ജാമ്യം പരിഗണിക്കേണ്ട കാര്യങ്ങളില്ല. ഓക്കെ, അതെല്ലാം യോജിക്കുന്നു. കാരണം കൃത്യമായി അയാൾ ചെയ്തത് തെറ്റ് തന്നെയാണ്. ഡബിൾ മീനിങ്ങിൽ ഒരുപാട് കളിയാക്കല് പുള്ളിക്ക് പബ്ലിക്കായിട്ടുണ്ട്. പുള്ളിക്കാരനൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയുണ്ട്, ഇല്ലേ? പക്ഷേ ഞങ്ങൾ പ്രതിഷേധിക്കുന്നത് ഹണി റോസ് എന്ത് സാധനം വേണമെങ്കിലും ഇട്ടോട്ടെ, ബ്രേസർ ഇട്ട് നടന്നോട്ടെ, ഞങ്ങൾക്കൊന്നും പ്രശ്നമില്ല. ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഈ നിയമത്തില് ഞങ്ങൾക്കൊരു പരിരക്ഷ തരാതെ? ഇപ്പൊ മന്ത്രി കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചത് കേട്ടതാ, സ്ത്രീ സുരക്ഷ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ശക്തമായ നടപടി എടുക്കും നടപടി. പോലീസ് എൻക്വയറിക്ക് വേണ്ട ഒരു കാര്യമില്ല, അഡ്രസ്സ് ഫോൺ നമ്പർ എല്ലാം ഉൾപ്പെടെ ഈ പ്രതിനെ വരെ കാണിച്ചു തരാം. എടുക്കും നടപടി. എന്തെടുക്കാൻ പറ്റുന്നില്ലേ? ഞങ്ങൾ സെലിബ്രിറ്റി അല്ലല്ലോ. എടുക്കൂ നടപടി. പറ്റുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ ഈ വീഡിയോ ചെയ്യാനായിട്ട് DCPയുടെ ഓഫീസിൽ പോയി ഈ ഹണി റോസിന്റെ കാര്യം ഉന്നയിച്ചിട്ടുണ്ട്. തന്നെ എന്റെ ഒരു കേസിന്റെ കാര്യം ചോദിച്ചു. അപ്പൊ തന്നെ അവിടെ നിന്ന് അറിഞ്ഞത് അടുത്ത ദിവസം അറസ്റ്റ് ഉണ്ടാവും. എവിടെ? കണ്ടില്ലല്ലോ അറസ്റ്റ് ഒന്നും. ഞങ്ങളുടെ കണ്ണിൽ ഇങ്ങനെ പൊടിയിടാം, എന്നിട്ട് വോട്ടിന് വന്ന് ഇരക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? അതിപ്പോ കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, അവരോട് ചോദിക്കുന്നത്, വോട്ടിന് വന്ന് ഒരു സ്ത്രീ ഉള്ള വീട്ടിൽ വന്ന് ഇരക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? ഒരുത്തനൊരു ധൈര്യം കാണിക്കരുത്. ഒരു സ്ത്രീ ഉള്ള വീട്ടിലേക്ക് ഇവന്മാരൊക്കെ വോട്ടിന് വരാനുള്ള ധൈര്യം കാണിക്കരുത്. മനസ്സിലായോ? ഈ പണ്ടത്തെ പോലെ ഒന്നല്ല. സ്ത്രീകൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, പുരുഷന്മാർക്ക് കേസുകൾ ഇല്ലാത്ത ഒരു വീടില്ലെന്ന് വേണം. ഒരു പോലീസ് സ്റ്റേഷനിൽ കയറാത്ത, ഒരു ഇൻസിഡന്റ് ഇല്ലാത്ത ഒരു വീട് പോലും ഇല്ല. അങ്ങനെയുള്ള വീട്ടിലേക്ക് ഇവന്മാര് വോട്ട് ചോദിക്കാൻ വരരുത്. പോലീസുകാരെ അടുത്ത് ഭരിക്കാൻ വേണ്ടി ഉണ്ടാക്കാൻ വരരുത്. അതും പറയുന്നുണ്ട്. ഞങ്ങളൊരു സാധാരണക്കാര് ചെല്ലുമ്പോൾ നിങ്ങൾ ആട്ടി ഓടിക്കാറുണ്ടല്ലോ. ശബ്ദം താത്തി സംസാരിക്ക്. ഒരു ഫിലിം സ്റ്റാർ വരെ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കാറുണ്ട്. എന്നാൽ ഞങ്ങൾ വരുമ്പോൾ എഴുന്നേറ്റ് നിന്ന് കണ്ടിട്ടില്ലല്ലോ. ഒന്ന് പറഞ്ഞുതരോ? പിന്നെ ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോ ഒരു പോലീസ് കംപ്ലൈന്റ് ആയിട്ട് പോകുമ്പോൾ ഒരു വെള്ളിട്ട് ഒരു മനുഷ്യനെ കൂടെ കൊണ്ടുപോവാണെങ്കിൽ എനിക്ക് കിട്ടുന്ന റെസ്പെക്റ്റും നീതിയും ഇല്ലേ? പലരും ഇല്ലേ അങ്ങനെ അനുഭവമുള്ളവര്? നമ്മൾ കൗൺസിലറെ, നമുക്ക് ഒരു മിനിമം പോയി കഴിഞ്ഞാൽ MLA വരെ സംസാരിക്കാൻ പറ്റും. ഒരു ഫോൺ കോള് ഇല്ലേ? അതൊക്കെ ഒരു തരത്തിൽ കൈക്കൂലിയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. നമുക്ക് വേണ്ടിയിട്ട് സ്റ്റേഷനിലേക്ക് ഒരാളെ വിളിച്ചു പറയുവാണെങ്കിൽ എന്തൊരു പരിഗണന. ഞാൻ അനുഭവിച്ചുള്ള കാര്യമാണ്. ഒരു MLA കൊണ്ട് സാറേ ഒന്ന് വിളിച്ചു പറയണം കേട്ടോ, സാറേ ഒന്ന് വിളിച്ചു പറയണം. ഹൈബീഡൻ സാറ് എൻ്റെ മോൻ്റെ ഒരു കേസിന്, ഡെഫ് ആയിട്ടുള്ള എൻ്റെ കുട്ടീനെ അധിക്ഷേപിച്ചതിൻ്റെ ഒരു കേസിന് സാറ് അവിടെ തിരുവനന്തപുരത്ത് ഡിസബിലിറ്റി കമ്മീഷണർ ഒരൊറ്റ കോള് ചെന്ന് അന്ന് വൈകുന്നേരത്തിനുള്ളിൽ എല്ലാ കാര്യവും സെറ്റിൽഡായി, തീരുമാനമായി. അപ്പൊ ഒരു തരത്തിൽ അതൊരു കൈക്കൂലിയല്ലേ? നമ്മൾ ചെയ്തിട്ടില്ലേ ഇത്? പലരും ചെയ്തിട്ടുണ്ടാവും. പല ആൾക്കാരെ പോയി കണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ കാണാൻ കൂടി പറ്റാത്ത പാവപ്പെട്ടവരുണ്ടാവും.
വെളുപ്പാങ്കാലത്ത് ഇവരെ വീടിൻ്റെ അവിടെ പോയി, സാറേ ഞങ്ങൾ ഈ ഗവൺമെന്റ് ഓഫീസിൽ പോയിട്ട് ഇതൊന്നും നടക്കില്ല സാർ, ഒന്ന് വിളിച്ചു പറയൂ. എന്തൊരു നാടല്ലേ. നമ്മൾ വിളിച്ചു പറഞ്ഞിട്ട് ചെന്നാ കിട്ടുന്ന റെസ്പെക്റ്റ് ഉണ്ടല്ലോ, പെട്ടെന്ന് സടപടെ. ഇല്ലെങ്കിൽ ഇവന്മാര് എഴുന്നേറ്റ് നിൽക്കൂലല്ലോ. ഈ പറഞ്ഞ വെള്ളയിട്ട് ഒരാളെ കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താ റെസ്പെക്റ്റ്. ഓപ്പോസിറ്റ് വന്ന ആൾക്ക് പട്ടിക്ക് സമമായിട്ട്, ഓപ്പോസിറ്റ് വന്ന ആള് നമ്മൾ പരാതി കൊടുത്ത ആള് ചിലപ്പോ ഒരു പ്രതിയായിരിക്കാം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി അയാളോട് അപ്പൊ പെരുമാറുന്നത് എങ്ങനെയാണെന്ന്. അതേസമയം നമ്മൾ ഒറ്റക്കൊരു പരാതി കൊടുത്താലോ എങ്ങനെയുണ്ടാവും? ഇതെല്ലാം പബ്ലിക് അനുഭവിക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. പബ്ലിക്, ഞാൻ എന്ന് പറയുന്ന വ്യക്തി അനുഭവിക്കാത്ത ഒരു കാര്യവും ഞാൻ ഇവിടെ ഒന്നും പറയുന്നില്ല. മനസ്സിലായോ? ഇക്കൊരു നല്ലൊരു ഇത് ഞാൻ പറയുവാണ്. കാരണം ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഇക്ക പറഞ്ഞ, ഞാൻ ഇതുവരെ ഒരാളുടെയും ഒരു വീഡിയോ എടുത്ത് ചെയ്ത ഒരാളല്ല, ബൈ മിസ്റ്റേക്ക് കാണാനിടയായി. പിന്നെ പുള്ളിക്കാരൻ എൻ്റെ ഫോൺ നമ്പർ മേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ വീഡിയോന് ഭയങ്കര സപ്പോർട്ടൊക്കെ പുള്ളി തന്നായിരുന്നു. അങ്ങനെയാണ് ഇക്കയുടെ ചാനൽ തന്നെ ഞാൻ കാണുന്നത്. ഇക്കയുടെ ചാനലിൽ 1-2 വീഡിയോസ് ഞാൻ കണ്ടു. ഒന്ന് ഈ ഷോർട്സ് കണ്ട്, രണ്ടാമത്തത് പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഈ ഷോർട്സ് ഇട്ട സമയത്ത് വീട്ടുകാരുടെ ഭയങ്കര എതിർപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചിന്തിച്ചത്, ഒരുപാട് കേസുകൾ ഇനിയും വരും. കാരണം നമ്മുടെ കുട്ടികൾ, ലാലേട്ടൻ ഇട്ട പോലത്തെ പൂക്കളുള്ള ഷർട്ട് അതെനിക്ക് വേണം കേട്ടോ. കുഞ്ഞുങ്ങൾ വരെ പറയുന്നുണ്ട്, എൻ്റെ അന്നാമ്മ പറയുന്നുണ്ട്, അമ്മ എനിക്ക് അതുപോലത്തെ ഡ്രസ്സ് മേടിച്ചണം കേട്ടോ. ഉറപ്പല്ലേ അവരതുപോലത്തെ ഡ്രസ്സ് ഇട്ട് പോരും, ഇതുപോലത്തെ കാമക്കണ്ണുകളുള്ള നോട്ടം ഉണ്ടാവും, ചിലപ്പോൾ തോണ്ടുണ്ടാവും. നമ്മൾ സൈബർ സ്റ്റേഷനിൽ ചെല്ലും, നമ്മൾക്ക് ഉണ്ടാ. എവിടെ മുഖ്യമന്ത്രി? ഓക്കെ, സമ്മതിക്കുന്നു. മുഖ്യമന്ത്രിനെ ഈ പറഞ്ഞ ആൾക്കാർ മുഴുവൻ വിളിക്കാനിരുന്ന പുള്ളിക്ക് ഭരിക്കാൻ സമയം ഉണ്ടാവില്ല, സമ്മതിക്കുന്നു. പക്ഷെ ഒരു സീരിയസ് ഇഷ്യൂ ആയിട്ട് നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ പോയി നടപടിയാവുന്നില്ല, അതിന്റെ ഹയർ അതോറിറ്റി നടപടിയാവുന്നില്ല. ഒരു സ്ത്രീയോ പുരുഷനോ മന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിക്കുമ്പോൾ 2 സ്ഥലത്തും നടപടിയാവാത്തത് കൊണ്ടാണ് ആ സ്ത്രീ വിളിക്കുന്നത്. അങ്ങനെയുള്ളവരുടെ കോളെങ്കിലും നിങ്ങൾക്ക് ദയവായി കൊടുക്കാലോ, അല്ലേ? മന്ത്രിയായിട്ട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നടപടി ഒന്നുമില്ലായിരിക്കും. പക്ഷേ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു ഫോൺ കോൾ ചെല്ലുന്നതും ഒരു ഈ പറഞ്ഞൊരു ഉറപ്പ് കിട്ടുന്നതും ഞങ്ങൾ പബ്ലിക്കിന് ഒരു സമാധാനമാണെങ്കിൽ ആ സമാധാനം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. ഇതോടുകൂടി ഹണി റോസ് ബോച്ച് ഈ പ്രതിഷേധം നിർത്തുവാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ ഇന്ന് പറയുവാണ്, ക്ഷമയുടെ നെല്ലിപ്പലക കഴിഞ്ഞൊരു സ്ത്രീയാണ് ഞാൻ ഉൾപ്പെടെ പലവട്ടം പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് മറുപടി ഇല്ലെങ്കിൽ ഞങ്ങൾ നേരിട്ട് നിയമം കയ്യിലെടുക്കേണ്ടി വരും. കോടതിയുടെ മുമ്പാകെ ഞങ്ങൾ പറയും. ഞങ്ങൾ പലവട്ടം പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി. രാഷ്ട്രീയ നേതാക്കൾക്ക് കൊണ്ടുപോയി കൈക്കൂലി, പൈസ ഉള്ളവർക്കെന്നല്ല, പൈസ ഉണ്ട്, കൊടുക്കാൻ സൗകര്യമില്ലെന്നേ കൈക്കൂലി. പൈസ അങ്ങോട്ട് തള്ളി കൊടുത്തിട്ട് വേണ്ട ഒരു നിയമവും ഞങ്ങൾക്ക് വേണ്ട. പൈസ ഉണ്ട്, വട്ടപൂജ്യത്തിന് അത്യാവശ്യം നല്ല സെറ്റപ്പിൽ തന്നെ കയറിയ ഒരാൾ തന്നെയാ. പൈസ ഉണ്ട്, കൊടുക്കാൻ സൗകര്യമില്ല. ഞങ്ങൾക്ക് അർഹതയായിട്ടുള്ളൊരു നിയമമാണിത്, ഞങ്ങൾക്ക് കിട്ടാൻ അവകാശമുള്ളൊരു നിയമമാണ്. ഇവിടെ ഇരുന്ന് വന്ന് പറയുന്നത് തെറ്റ് ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് കൃത്യമായ നിയമത്തിന്റെ ഇത് പരിഗണന കിട്ടണം എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഇവിടെ വന്ന് വീഡിയോ ചെയ്യുന്നത്. പൈസ ഉണ്ട്, പൈസ കൊടുക്കാൻ സൗകര്യമില്ല. നിനക്കൊക്കെ പൈസ തന്നിട്ട് ഞങ്ങൾക്ക് ഒരു നിയമത്തിന്റെ സംരക്ഷണവും വേണ്ട. ഇനിയിപ്പോ കോടതിയോട് ഞങ്ങൾക്ക് വന്ന് പറയാലോ, 2-3 വട്ടം ഞങ്ങൾ കയറി ഇറങ്ങി, ഞങ്ങൾക്ക് ക്ഷമ കെട്ടപ്പോൾ ഞങ്ങൾ വീട്ടിൽ കയറി അയാളെ തല്ലിക്കഴിഞ്ഞ അവിടെ കേസാവും. നിങ്ങൾ എന്തിനു വീട്ടിൽ കയറി ആക്രമിച്ചു? പോലീസിൽ ഇൻഫോം ചെയ്തിട്ട് എന്ത് കോപ്പ് കിട്ടുന്നത് ഒന്ന് പറഞ്ഞു തരാവോ? ക്ഷമയുടെ നെല്ലിപ്പലക കഴിഞ്ഞവര് ചിലവര് കയ്യേറ്റം ചെയ്തിട്ടുണ്ട്. ഇല്ലേ ഉണ്ട്. അതുകൊണ്ട് പൈസ ഉണ്ട്, തരാൻ സൗകര്യമില്ല. തന്നിട്ടുള്ള ഒരു നിയമം ഉണ്ടാക്കണ്ട. ഗവൺമെന്റിന് സാലറി, പെൻഷൻ, അത് വേണ്ട, മറ്റേ അരിയർ എല്ലാം മേടിക്കുന്നില്ല നിങ്ങള്. പോലീസിനോട് പറയണം ഈ നാണക്കേട് മാറ്റാനെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു സാധാരണ സ്ത്രീയുടെ ഒരു അറസ്റ്റ് എങ്കിലും നിങ്ങൾ നടക്ക്. മാധ്യമങ്ങളോട് പറയാം, ഒരു സാധാരണ സ്ത്രീയുടെ ന്യൂസ് എങ്കിലും നിങ്ങൾ ഒരാഴ്ചയെങ്കിലും നിങ്ങൾ ചെയ്യും. എനിക്ക് ഇത്ര പറയാനുള്ളൂ. എനിക്ക് അത്രത്തോളം സങ്കടം വന്നിട്ട് ഈ വീഡിയോ ചെയ്യുന്ന, അത്രത്തോളം. കാരണം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റണില്ല. എന്താ ചെയ്യണ്ടേ? ഒറ്റക്ക് ഇരുന്ന് ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ സപ്പോർട്ട് ചെയ്യുന്ന ഈ മലയാളികള്, അല്ലെങ്കിൽ ഇപ്പൊ ഈ കമന്റ് ചെയ്യുന്ന ആൾക്കാര്, എന്തെങ്കിലും ഒരു വീഴ്ച അവൾക്ക് ഞാനിപ്പോ ഒറ്റക്ക് പോയി സമരം ചെയ്ത് വല്ലയിടത്ത് ആയിക്കോട്ടെ, വല്ല കാര്യം ഉണ്ടായിരുന്നു അവൾക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ കമന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് അനുകൂലമോ പ്രതികൂലമോ ഈ പബ്ലിക്കിന് അനുകൂലമോ ഒന്നുമല്ല. ഞാൻ എൻ്റെ ഒരു പ്രതിഷേധം നമ്മളൊന്ന് ചിന്തിക്കേണ്ട സമയമായി, അല്ലേ? നമ്മളൊന്ന് ചിന്തിക്കേണ്ട സമയമായി. എന്തിത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അങ്ങനെയുള്ളവര് എന്തെങ്കിലും നമുക്ക് ചെയ്യാം സാറാ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും, നിങ്ങൾ വരുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും വന്നിരിക്കും.
കൃത്യമായ തെളിവുകളുണ്ട് എൻ്റെ കയ്യിൽ, കൃത്യമായ തെളിവുകൾ, കയറി ഇറങ്ങിയത് ഉൾപ്പെടെ. മനസ്സിലായോ? അപ്പൊ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുനിയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ വിളിച്ചാൽ വരും. ഒറ്റയ്ക്ക് ഇങ്ങനെ പറയാനല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? എനിക്കൊരു പിടുത്തമില്ല. മനസ്സിലായോ? കാരണം ഇനി അടുത്ത ന്യൂസ് വരുമ്പോൾ ഇതങ്ങ് മുങ്ങിത്താന്ന് അല്ലേ? ഇതെല്ലാം കഴിഞ്ഞു, അടുത്ത ന്യൂസ് വരും, അതിൻ്റെ അടുത്ത ന്യൂസ് വരും. നമ്മളെ സങ്കടവും നമ്മൾ ഈ പറഞ്ഞതെല്ലാം കഴിഞ്ഞു. പിന്നെ എല്ലാവരും പറയുന്ന ഇനി ഇവിടെ വന്ന് കമന്റ് ചെയ്യരുത്. 1-2 കമന്റ് ഒക്കെ വന്നിട്ടുണ്ടാവും. എന്താണ് പണിയെടുക്കാതെ ജീവിക്കുന്നു, പിന്നെ ഇത് വ്യൂവേഴ്സിനുള്ള. ഞാൻ മോണിറ്റൈസേഷൻ ഓൺ ആക്കുന്നില്ലെന്നേ. ഓൺ ആക്കിയാലേ എനിക്ക് വരുമാനം കിട്ടുള്ളൂ. മോണിറ്റൈസേഷൻ ഓൺ ആക്കുന്നില്ല. എനിക്ക് വരുമാനം വേണ്ട ഇതിന്ന്. ദൈവത്തിന്റെ സഹായം കൊണ്ട് വരുമാനം ഉണ്ട്. മനസ്സിലായോ? വരുമാനം വേണ്ട, മോണിറ്റൈസേഷൻ ഓൺ ആക്കണല്ല. ഇതിന് എന്തെങ്കിലും ഒരു മാറ്റം ദയവ് ചെയ്ത് ഉണ്ടാക്കി തരണം. ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ മിണ്ടാൻ പോലും പറ്റാതെ പരാതി കൊടുത്ത് ആ പരാതിയും പിടിച്ച് അവരോരോ സങ്കടവും ആയിട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. സ്ത്രീകൾ തന്നെയല്ല, പുരുഷന്മാരും അല്ലേ? ഇപ്പൊ തമിഴ്നാട് മുഖ്യമന്ത്രി സ്ത്രീ എന്തോ സമത്വ ബില്ലോ, സ്ത്രീകളിൽ ഇതിനു വേണ്ടിയിട്ടുള്ള എന്തോ ബില്ലോ പാസ്സാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നണേ കേരളം വിട്ട് അറ്റ്ലീസ്റ്റ് തമിഴ്നാടെങ്കിലും പോയി താമസിക്കാൻ പറ്റുന്നു. കുറേ കാര്യങ്ങൾക്ക് നമ്മൾക്ക് സൊല്യൂഷൻ ഉണ്ടെന്ന് തോന്നുന്നു ആ നാട്ടിൽ. ഇവിടെ നിന്ന് അങ്ങോട്ട് വിട്ടു പോയാലോ എന്ന് ആലോചിക്കുക. പിന്നെ നമ്മൾ മലയാളികൾക്ക് ഒരു കുഴപ്പമുണ്ട്, ജനിച്ച നാട്, ജനിച്ച സ്ഥലം, ജനിച്ച വീട്, അതിനോടൊക്കെ ഒരു സെന്റിമെന്റ്സ് ഉള്ളതുകൊണ്ട് ഗതികേട് കൊണ്ട് ഇവിടെ താമസിക്കുകയാണ്. ഗതികേട് കൊണ്ട്. ഇത്ര എനിക്ക് പറയാനുള്ളൂ കേട്ടോ. സ്ത്രീ സുരക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമാണ് സംസ്ഥാന സർക്കാർ നൽകുന്നത്. സ്ത്രീയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന വാക്കോ നോക്കോ പ്രവൃത്തിയോ ഉണ്ടായാൽ അതിനെല്ലാം കർക്കശമായ നിലപാട് തന്നെ സ്വീകരിച്ചു പോവുകയാണ്. എല്ലാ പൊതു ഇടങ്ങളും സ്ത്രീകൾ സുരക്ഷിതരായിരിക്കണം. അവിടെ തെറ്റായ നോട്ടമോ തെറ്റായ രീതികൾ സ്വീകരിക്കലോ ആരുടെ ഭാഗത്തുണ്ടായാലും അതെല്ലാം കർക്കശമായി തന്നെ നേരിടുന്ന നിലപാട് സ്വീകരിക്കും. ഇതാണ് കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന പ്രത്യേകത.